Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 15.6ൻ്റെ ഡെവലപ്പർ ബീറ്റ 6 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് പബ്ലിക് ബീറ്റ റിലീസ് ആവും, അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ നമുക്ക് ഈ ഒരു പബ്ലിക് ബീറ്റയുടെ റിലീസ് ഉണ്ടാകുന്നതാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 308 MB ഐഫോൺ 7 Plus. അത് പല ഡിവൈസിലും പലതായിരിക്കും, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ iPadOS 15.6 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 8.7 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.5 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.6 ബീറ്റ 3യും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനെ പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ആപ്പിൾ റിലേറ്റഡ് ആയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈം ആയിട്ട് ചോദിക്കാം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ iOS 15.6ൻ്റെ ബേറ്റ 3ൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബേറ്റ പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇററോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇററോ ഉണ്ടെങ്കിൽ അത് ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോവുക, അവിടെ ജനറൽ, അവിടുന്ന് എബൌട്ട്സ്, നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19G5046D എന്ന്. അതായത് നമുക്ക് ഇനിയും ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് 1-2 ബീറ്റാസും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പബ്ലിക് റിലീസ് ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് പുതിയ ഫീച്ചർ എന്ന് പറയാനായിട്ട് നമുക്ക് വലുതായിട്ടൊരു മാറ്റങ്ങളോ വലുതായിട്ടൊരു കാര്യങ്ങളോ വന്നിട്ടില്ല. നമുക്ക് ബാക്ക് ഫേസിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ, അതായത് ചെറിയ ചെറിയ കോഡിങ്, അതേപോലെ ബഗ് ഫിക്സസ്, അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും നമുക്ക് ചേഞ്ച് കൂടുതൽ വരാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ വന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ആകെ ഒരു ചേഞ്ചാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റിയിലാണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈമിലേക്ക് പോവുക. നമ്മൾ നേരെ താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സെറ്റപ്പ് സ്ക്രീൻ ടൈം ഫോർ ഫാമിലി എന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മൾ ഐഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് പാരൻ്റൽ കൺട്രോളായിട്ട് നമുക്ക് ഐഫോണിൽ സ്ക്രീൻ ടൈമും കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റിയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തിനാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് പാരൻസ് പൊതുവെ ഐഫോൺ അല്ല വാങ്ങിച്ചിട്ട്, അത് ആക്ച്വലി ഇൻ്റർനാഷണൽ ലെവലുള്ള, അതായത് നമ്മുടെ അമേരിക്കയിലും പുറത്തേക്കുള്ള ആൾക്കാർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി ഫാമിലിയിൽ മിക്കവരും ഐഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ പാരൻ്റൽ കൺട്രോളിന് കൂടിയാണ് അവർ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം പറയാനായിട്ട്, നമ്മുടെ സ്റ്റോറേജ് ബഗ് നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിരവധി ആൾക്കാർക്ക് സ്റ്റോറേജ് ബഗ് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റോറേജ് ലോഡ് ചെയ്യാൻ എടുത്ത സമയം ഭയങ്കര തുച്ഛമായ സമയമാണ്. പക്ഷേ ചിലവർക്ക് ഈ ഒരു സ്റ്റോറേജിൻ്റെ ആ ഒരു ഡാറ്റ ലോഡ് ചെയ്യാൻ തന്നെ കുറേ നേരം എടുക്കുന്നുണ്ട്. കുറേ കൂട്ടുകാർക്ക് ഈ ഒരു സാധനം കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ കാണിച്ചാലും കുറേ കൂട്ടുകാർക്ക് ഈ ഒരു iOS ഡാറ്റയും സിസ്റ്റം ഡാറ്റയൊക്കെ 0 KB ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ iOS ഡാറ്റ നോക്കുമ്പോൾ പറയാം 7.3 GB, സിസ്റ്റം ഡാറ്റ 10.28 GB കാണിക്കുന്നത്. ഇത്രത്തോളം ഡാറ്റ നമ്മുടെ ഐഫോണിൽ നല്ല രീതിക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ അധികം ആപ്സ് ഒന്നുമില്ല. എൻ്റെ ഫോണിൽ കുറച്ച് ആപ്സുകളേ ഉള്ളൂ. എന്നാൽ കൂടി എൻ്റെ ഐഫോണിൽ നല്ല രീതിക്കുള്ള ഡാറ്റാസ് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ബഗ് ചെറുതായിട്ട് കുറഞ്ഞ പോലെ ഉണ്ട്, എന്നാലും സ്പേസ് കൺസ്യൂമിങ് നന്നായിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ മ്യൂസിക് ബഗ്. മ്യൂസിക് ബഗ് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചു മ്യൂസിക് ബഗ് എന്താണ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചു. മ്യൂസിക് ബഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക്കിൽ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത പാട്ടിനായിട്ട് ആ ഒരു പാട്ട് നമ്മൾ ക്യൂവിൽ വെക്കും. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് എനിക്ക് ഈ ഒരു പാട്ടാണ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ പ്ലേ നെക്സ്റ്റ് എന്ന് കൊടുത്ത് ആ ഒരു പാട്ടിനെ ക്യൂവിലേക്ക് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ പാട്ട് പ്ലേ ആയി കഴിഞ്ഞ് അടുത്ത പാട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പാട്ടായിരിക്കില്ല പ്ലേ ആവുന്നത്, ഓട്ടോമാറ്റിക്കലി ആപ്പിൾ മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്ലേലിസ്റ്റിലെ പാട്ടായിരിക്കും പ്ലേ ആവുന്നത്.
നമ്മൾ ക്യൂവിൽ നിർത്തിയ പാട്ട് ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ആവുന്നതാണ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മ്യൂസിക് ബഗിലെ കാര്യങ്ങൾ. നമുക്ക് നേരത്തെ ഉണ്ടായ മ്യൂസിക് ബഗ് നമ്മുടെ ഡിവൈസിൻ്റെ CPU കൂടുതൽ ഉപയോഗിക്കുകയും അതേപോലെ ഡിവൈസ് ചൂടാവുകയും ചെയ്യുന്ന ആ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടെ മ്യൂസിക് ബഗ്ഗിൽ നമുക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടുത്തതാണ് നമ്മുടെ ഐഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ നേരം എനിക്ക് വലുതായിട്ടൊരു മാറ്റമൊന്നും പോകുന്നില്ല. ചെറുതായിട്ടൊരു ക്ലംസി ഫീലിംഗ് തോന്നുന്നുണ്ട്. നമുക്ക് ഫ്രെയിം റേറ്റൊക്കെ മാറുമ്പോൾ ഒരു ചെറിയൊരു ക്ലംസി ഫീലിംഗ്, ഭയങ്കരമായിട്ടൊരു പിടുത്തം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ബേറ്റയിലായതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ ബേറ്റുകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായ പോലെയായിരുന്നു. ഈ ഒരു ബേറ്റിൽ കുറച്ചും കൂടെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുന്നത്. ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് iOS 15.6ൻ്റെ ഈ ഒരു ബേറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് സിംഗിൾ കോറിൽ 763ഉം മൾട്ടി കോറിൽ 1409 വന്നിരിക്കുന്നത്. എനിക്ക് വലുതായിട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊരു കാര്യം അല്ലെങ്കിൽ വലിയൊരു ജമ്പോ അല്ലെങ്കിൽ വലിയൊരു സ്മൂത്ത്നെസ്സോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് നമ്മുടെ ഡിവൈസിൻ്റെ ഓവർ ഹീറ്റിംഗ് ആണ്. ഓവർ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഫോൺ ചാർജ് കുത്തിയിട്ടാണ് പ്രവർത്തിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് ഊരി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോഴും ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വലുതായിട്ട് ഒരു ചൂടോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒരു നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ് ഡിവൈസ് ഇപ്പോഴും നിൽക്കുന്നത്. അടുത്തത് നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി. ഇപ്പോൾ എൻ്റെ ഈ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ബീറ്റാസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളെ, എന്നിട്ടും എൻ്റെ ബാറ്ററി പെർഫോമൻസ് ഇപ്പോഴും സ്റ്റിൽ ഇൻ 83 ആണ്. നമ്മുടെ ബേറ്റ വീഡിയോയിൽ ഏതെടുത്ത് നിങ്ങൾ നോക്കിയാലും എൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് 83ൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അന്നും പറയുന്ന പോലെ എൻ്റെ ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഡ്രോപ്പ് ആവുകയും ചില സമയത്ത് നല്ല എഫിഷ്യൻ്റായിട്ട് പെർഫോമൻസ് തരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം എങ്ങനെയാണ് എപ്പോഴാണെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ iPhone 7 Plusലെ ബാറ്ററി പെർഫോമൻസ് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ കാര്യം. നമ്മുടെ ബാറ്ററി പെർഫോമൻസ് നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അത് 1, 2, 3, 4 ദിവസങ്ങളെടുത്ത് തറവിലി നമ്മുടെ ഡിവൈസിൽ റൺ ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ബാറ്ററിയുടെ OS കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മുടെ iOS 15.5.1ൻ്റെ കുറേ ലീക്സ് വരുന്നുണ്ട്. കുറേ ആൾക്കാർ അത് റിലീസാവും, കുറേ ആൾക്കാർ iOS 15.5.1 റിലീസായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒഫീഷ്യലി iOS 15.5.1 റിലീസായിട്ടില്ല. പക്ഷേ iOS 15.5.1 റിലീസ് ആവുകയാണെങ്കിൽ കുറേ പേർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഗ് റിസോൾവും അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റും കിട്ടും എന്നാണ് കരുതുന്നത്. പക്ഷേ iOS 15.5.1 റിലീസായില്ലെങ്കിലും അപ്കമിങ് മന്തിൽ തന്നെ നമുക്ക് iOS 15.6 റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് iOS 16ൻ്റെ പബ്ലിക് ബേറ്റ എന്നാണ് വരുന്നത്, iOS 16ൻ്റെ ഡെവലപ്പർ ബേറ്റ 2 എന്നാണ് റിലീസ് ആവുന്നത്. നമുക്ക് iOS 15ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ iOS 15ൻ്റെ പബ്ലിക് ബേറ്റ റിലീസായത് June 1-നും പബ്ലിക് ബേറ്റ 2 റിലീസായത് June 24-നുമാണ്. അതോടൊപ്പം നമ്മുടെ iOS 15ൻ്റെ പബ്ലിക് ബേറ്റ റിലീസായത് നമ്മുടെ ഡെവലപ്പർ ബേറ്റ 2-ൻ്റെയും ഡെവലപ്പർ ബേറ്റ 3-ൻ്റെയും ഇടക്കായിട്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആയിരിക്കും നമുക്ക് iOS 16ൻ്റെ ബേറ്റാസും പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ iOS 15.6 മിക്കവാറും റിലീസ് ആവുന്നത് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അടുത്ത ഒരു ബേറ്റ കിട്ടും എന്നാണ് കരുതുന്നത്. കാരണം ആപ്പിൾ ഓൾറെഡി വീക്ക് ടു വീക്കാണ് നമുക്ക് അപ്ഡേഷൻ തരാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു അപ്ഡേഷൻ നമുക്ക് ഈ വരുന്ന വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് iOS 15.6 മിക്കവാറും ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6ൻ്റെ ബേറ്റ 3ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരികയും
അത് മറന്നു പോകാതെ നിങ്ങൾ കാണുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം മെമ്പർ ആവുക എന്നത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അവിടെ ജോയിൻ ചെയ്താൽ ആപ്പിൾ റിലേറ്റഡായ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണലി സംസാരിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Evika.